അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകം മുതൽ 34 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. തൽക്കർമ്മ ബഹുധാ പ്രോക്തം വിദ്വദ്ഭിഃ കർമ്മകാരിഭിഃ കർത്തൃഭേദാൻ മന്ത്രഭേദാൻ ദ്രവ്യഭേദാൽ തഥാ പുനഃ യഥാ മഘവതാ പൂർവം വിശ്വരൂപോ വൃതോ ഗുരു വിപരീതം കൃതം തേന കർമ്മ മാതൃഹിതായ വൈ ദേവേഭ്യോ ദാനവേഭ്യസ്തു സ്വസ്തീത്യുക്ത്വാ പുനഃ പുനഃ അസുരാ മാതൃപക്ഷീയാ കൃതം തേഷാം ച രക്ഷണം ദൈത്യാൻ ദൃഷ്ട്വാതിസമ്പുഷ്ടാംശ്ചുകോപ മഘവാ തദാ ശിരാംസി തസ്യ വജ്രേണ ചിച്ഛേദ തരസാഹരി ക്രിയാവൈഗുണ്യമത്രൈവ കർത്തൃഭേദാദ സംശയം നോചേൽ പാഞ്ചാലരാജേന രോഷേണാപി കൃതാ ക്രിയാ ഭാരദ്വാജ വിനാശായ പുത്രസ്യോൽപാദനായ ച ധൃഷ്ടദ്യുമ്ന സമുൽപ്പന്നോ വേദിമധ്യാച്ച ദ്രൗപദീ പുരാ ദശരഥേനാപി പുത്രേഷ്ടിസ്തു കൃതായദ അപുത്രസ്യ
സുതാസ്തസ്യ ചത്വാര സംപ്രജജ്ഞിരേ അതക്രിയാ കൃതായുക്ത്യാ സിദ്ധിദാ സർവധാ ഭവേൽ അയുക്ത്യാ വിപരീതാ സ്യാൽ സർവധാ നൃപസത്തമാ പാണ്ഡവാനാം യഥാ യജ്ഞേ കിഞ്ചിൽ വൈഗുണ്യയോഗത വിപരീതം ഫലം പ്രാപ്തം നിർജിതാസ്തേ ദുരോദരേ സത്യവാദീ തഥാ രാജൻ ധർമ്മപുത്രോ യുധിഷ്ഠിരാ ദ്രൗപദീ ച തഥാ സാധ്വീ തഥാന്യേപ്യനുജാ ശുഭാ കുദ്രവ്യയോഗാദ്വൈഗുണ്യം സമുത്പന്നം മഖേധവാ സാഭിമാനൈ കൃതാദ്വാപി ദൂഷണം സമുപസ്ഥിതം സാത്വികസ്തു മഹാരാജാ ദുർലഭോ വൈമഖസ്മൃത വൈഘാനസമുനീനാം ഹി വിഹിതോസൗ മഹാമഖ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം. ഇവിടെ 12-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകം മുതൽ 34 കൂടിയുള്ള ശ്ലോകങ്ങളാണ് വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കർത്തൃഭേദം മന്ത്രഭേദം ദ്രവ്യഭേദം ഇവയാലെ കർമ്മങ്ങൾ പലവിധമെന്നോതുന്നു ബുധർ. വിശ്വരൂപൻ ശക്രൻ തൻ്റെ ഗുരുവായി പണ്ടോരിക്കൽ വിപരീത കർമ്മം ചെയ്തു മാതൃസ്നേഹത്താൽ. ദേവന്മാർക്കും ദാനവർക്കും സ്വസ്തിയുണ്ടാകട്ടെ എന്നു ദേവഗുരു ചൊല്ലി ദൈത്യന്മാരെ രക്ഷിച്ചു. ദൈത്യന്മാരോ ബലമുള്ളവരായി കണ്ടു ദേവേന്ദ്രനോ ദേഷ്യമുണ്ടായി ഗുരുവിൻ തലകളറുത്തു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കർമ്മം വിഗുണമായതു കർത്തൃഭേദം കൊണ്ടു നൂനം. കോപത്തോടെ പാഞ്ചാലൻ കർമ്മം ചെയ്തതിനാ ദ്രോണരെ നശിപ്പിക്കുന്ന പുത്രനുണ്ടായി അപ്രകാരം. ധൃഷ്ടദ്യുമ്നൻ ദ്രൗപദി എന്നിവരുണ്ടായി. അപുത്രനാം ദശരഥൻ പുത്രകാമേഷ്ടിയെ ചെയ്തു. അദ്ദേഹത്തിനുണ്ടായല്ലോ 4 പുത്രന്മാർ. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. യുക്തിപൂർവം ചെയ്യും കർമ്മം
ഫലമേകും തീർച്ച തന്നെ. യുക്തിയില്ലെന്നാകിലും വിപരീതമാകും. പാണ്ഡവർ തൻ യജ്ഞത്തിലോ ഗുണവൈഷമ്യമുണ്ടായി. ഫലം വിപരീതമായി ചൂതിലും തോറ്റു. യുധിഷ്ഠിരൻ അതുപോലെ ദ്രൗപദിയും സത്യവാദി. യോഗ്യർ തന്നെ അനുജന്മാർ മറ്റു 4 പേർ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദ്രവ്യത്തിൻ്റെ അശുദ്ധി ഗുണവൈകല്യമായി മാറിയോ? അഹങ്കാരം അറിയാതെ വന്നു ചേർന്നുവോ? സാത്വികമാം യജ്ഞമേറെ ദുർലഭം താൻ മഹായജ്ഞം വൈഖാനസന്മാർക്കു മാത്രം വിധിച്ചതത്രേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണി ശരണം. കാളി ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി ആരംഭിച്ചിട്ട് ഇന്ന് 221 ദിവസം. ഇന്ന് ഒരു പുതുവർഷ പുലരിയിലാണ് നമ്മൾ ഈ യജ്ഞം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭഗവാന്റെ കാരുണ്യം, അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ. ഇന്ന് 12-ാമത്തെ അധ്യായം, 3-ാമത്തെ സ്കന്ധത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകം മുതൽ 34 കൂടിയുള്ള ശ്ലോകങ്ങളെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇന്നലെ പറഞ്ഞു, കർമ്മം ചെയ്താൽ ഫലമുണ്ടാകുമെന്നും അതിന് വിപരീതമായി ഭവിക്കുമ്പോൾ കർമ്മത്തിൻ്റെ ഗുണമേന്മ ഉണ്ടായിരുന്നില്ല എന്നും പണ്ഡിതന്മാർ മനസ്സിലാക്കണം എന്ന് പറയുന്നു. അപ്പോൾ
കർത്തൃഭേദം, മന്ത്രഭേദം, ദ്രവ്യഭേദം. ആ കർമ്മം ചെയ്യുന്നത് കൊണ്ടും മന്ത്രം ജപിക്കുന്നത് കൊണ്ടും അതിലുപയോഗിക്കുന്ന ദ്രവ്യങ്ങളുടെയും വ്യത്യാസം കൊണ്ട് കർമ്മങ്ങൾ പലതരത്തിലുണ്ട് എന്ന് കർമ്മവാദികളായിട്ടുള്ള പണ്ഡിതന്മാര് പറയുന്നു. തൽക്കർമ്മ ബഹുധാ പ്രോക്തം വിദ്വദ്ഭി കർമ്മകാരിഭി കർത്തൃഭേദാൽ മന്ത്രഭേദാൽ ദ്രവ്യഭേദാൽ തഥാപുന. എന്നിട്ട് അതിന് ഉദാഹരണം പറയാണ്. പണ്ട് യഥാ മഘവതാപൂർവം വിശ്വരൂപോ വൃതോ ഗുരു. പണ്ട് മഘവാൻ, ആ ദേവേന്ദ്രൻ, വിശ്വരൂപനെ തൻ്റെ ഗുരുവായിട്ട് സ്വീകരിച്ചു. എന്നാൽ വിപരീതം കൃതം തേന കർമ്മ മാതൃഹിതായ വൈ മാതൃസ്നേഹവശാനുക എന്ന് ഭാഗവതം. തൻ്റെ അമ്മയോടുള്ള സ്നേഹം കാരണം അമ്മയുടെ വർഗത്തിൽപ്പെട്ട അസുരന്മാരോടുള്ള താല്പര്യം കാരണം ദേവന്മാർക്ക് അഹിതമായിട്ടുള്ള കർമ്മം ചെയ്തു. ദേവന്മാർക്ക് അഹിതമായിട്ടുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ അസുരന്മാർക്ക് ഹിതമായിട്ടുള്ളത് ചെയ്തു. അത് ദേവന്മാർക്ക് അഹിതമാണ് അല്ലേ? അപ്പൊ ദേവന്മാരറിയാതെ യജ്ഞാംശം അസുരന്മാർക്ക് കൂടി കൊടുത്തു. ദേവേഭ്യോ ദാനവേഭ്യസ്തു സ്വസ്തിത്യുക്ത്വാ പുനഃപുനാ. ദേവന്മാർക്കും അതേപോലെ ദാനവന്മാർക്കും ദൈത്യന്മാർക്കും സ്വസ്തി ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പുനഃപുന ആശീർവദിച്ചു. അതുകൊണ്ട് അസുരാ മാതൃപക്ഷീയ കൃതം തേഷാം ച രക്ഷണം. മാതൃപക്ഷക്കാരായ അസുരന്മാരെയും രക്ഷിച്ചു. ഗുരുനാഥന്റെ ആ സങ്കല്പം അല്ലെങ്കിൽ ധർമ്മം എന്താ? തന്നെ ഗുരുവായി സ്വീകരിച്ച ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ദേവന്മാരെയാണ് രക്ഷിക്കേണ്ടത്. ദേവന്മാരുടെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരെ രക്ഷിക്കാനും പാടില്ല. എന്നാൽ വിശ്വരൂപൻ രക്ഷിച്ചു. ദൈത്യാൻ ദൃഷ്ടുവാദി സമ്പുഷ്ടാം ശുകോപമഖവാതത. ദൈത്യന്മാരൊക്കെ വലിയ ആ സമ്പുഷ്ടന്മാരായി, വജ്രസംഹനനോ യുവ എന്ന് പറയുന്നത് പോലെ അവരെ തടിച്ചു ബലവാന്മാരായി കണ്ടപ്പോ ദേവേന്ദ്രന് കാര്യം മനസ്സിലായി. ദേവേന്ദ്രന് ദേഷ്യം വന്നു. അങ്ങനെ ചുകോപമഖവാതത ശിരാംസി തസ്യ വജ്രേണ ചിച്ഛേദ തരസാ ഹരി. ഇവിടെ ഹരി ശബ്ദം ദേവേന്ദ്രനെ ഉദ്ദേശിച്ചാണ്. ഹരി എന്തു ചെയ്തു? വജ്രായുധം കൊണ്ട് വിശ്വരൂപന്റെ ശിരസ് മൂന്നും, അവിടെ ശിരാംസി 3 തലകളും മുറിച്ചു, അരിഞ്ഞു വീഴ്ത്തി എന്ന് പറയുന്നു. 3 ശിരസ്സുണ്ട്. അതുകൊണ്ടാണ് വിശ്വരൂപന് തൃശിരസ് എന്ന് പേര്. ഒന്ന് സുരാപാനം, ഒന്ന് സുധാപാനം, ഒന്ന് അന്നപാനം. ഇങ്ങനെ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ക്രിയാ വൈഗുണ്യമത്രൈവ കർത്തൃഭേദാത് അസംശയം. ഇവിടെ കർമ്മം വിഗുണമായി പോയതിന് കാരണം എന്താ? കർത്തൃഭേദം കൊണ്ടാണ് അല്ലേ? അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നോചേൽ അങ്ങനെ അല്ലെങ്കിൽ പാഞ്ചാലരാജേന രോഷേണാഭി കൃതാക്രിയ. കോപത്തോടുകൂടി ആ പാഞ്ചാല രാജാവ് ദ്രുപദൻ കർമ്മം ചെയ്തു. അതുകൊണ്ടാണല്ലോ ഭാരദ്വാജ വിനാശായ, ഭാരദ്വാജൻ ദ്രോണർ, ആ ദ്രോണര് നശിക്കാനായിട്ട്, ദ്രോണരെ നശിപ്പിക്കാൻ പാകത്തിന് ഒരു പുത്രനുണ്ടായി. ദൃഷ്ടദ്യുമ്ന സമുൽപ്പന്നോ വേദിമധ്യാച്ച ദ്രൗപദി. അങ്ങനെ ആ യജ്ഞവേദിയുടെ മധ്യത്തിൽ നിന്ന് ധൃഷ്ടദ്യുമ്നൻ എന്ന പുത്രനും ദ്രൗപദി എന്ന പുത്രിയും ഉണ്ടായി. പുരാ, ഇനി മറ്റൊന്ന്, ദശരഥേനാപി, ദശരഥ മഹാരാജാവും പുത്രേഷ്ടിസ്തു കൃതായത, പുത്രകാമേഷ്ടി, പുത്രേഷ്ടി ചെയ്തു ഇല്ലേ? അപ്പോ അപുത്രസ്യ സുതാസ്തസ്യ, പുത്രനില്ലാത്ത അദ്ദേഹത്തിന് ചത്വാര സംപ്രജജ്ഞിരെ, 4 പുത്രന്മാര് ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് അതക്രിയാകൃതായുക്തിയ സിദ്ധിത സർവധാ ഭവേൽ. അതുകൊണ്ട് വളരെ യുക്തിപൂർവം കൃതകൃത്യതയോടുകൂടി യജ്ഞങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാവും. ഇനി യുക്തിയില്ലാതെ ചെയ്താലോ? അയുക്തിയാ വിപരീതാസ്യൽ, അപ്പോൾ വിപരീതമായിട്ടുള്ള ഫലവും ഉണ്ടാവും. സർവധ നൃപസത്തമ, ഹേ രാജശ്രേഷ്ഠ, അങ്ങ് മനസ്സിലാക്കൂ. പാണ്ഡവാനാം യഥായജ്ഞേ കിഞ്ചിത് വൈഗുണ്യ യോഗത, വിപരീതം ഫലം പ്രാപ്തം നിർജിതാസ്തേ ദുരോധരെ. പാണ്ഡവന്മാര് രാജസൂയ മഹായജ്ഞം നടത്തിയതിൽ എന്തോ ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്, ഗുണവൈകല്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫലവും വിപരീതമായത് അല്ലേ? ചൂതിൽ അവർ തോൽപ്പിക്കപ്പെട്ടു. സത്യവാദി തഥാ രാജൻ,
അറിയാലോ, ആ രാജാവ് ധർമ്മപുത്രോ യുധിഷ്ഠിര, ധർമ്മസൂനുവായിരിക്കുന്ന ധർമാത്മാവാണ് യുധിഷ്ഠിരൻ. ഒരു സംശയമില്ല, സത്യം മാത്രമേ പറയുള്ളൂ. അങ്ങനെ സത്യവാദിയാണ്. അദ്ദേഹത്തിൻ്റെ പത്നി, രണ്ടുപേരും കൂടിയാണല്ലോ യജ്ഞം ചെയ്യുക. ആ ദ്രൗപദി ച തഥ, അതേപോലെ തന്നെയാണ് സാധ്വി. ആ സാധ്വിയാണ്, സതീരത്നമാണ്. ഇതേപോലെ തഥാന്യേപ്യ അനുജാ ശുഭ, അതേപോലെ അനുജന്മാർ 4 പേര്, അവർ യോഗ്യന്മാരാണ്, ഏറ്റവും ശ്രേഷ്ഠരാണ്. അപ്പോൾ അവരെ കൊണ്ട് ഒരു ദോഷമില്ല. പിന്നെ എവിടെയാ ഉണ്ടാവുക? കുദ്രവ്യയോഗാദ്വൈഗുണ്യം. കുദ്രവ്യം, ദ്രവ്യശുദ്ധി ഇല്ലാതെയായതുകൊണ്ടാണ് ഗുണവൈകല്യം സംഭവിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ സമുൽപ്പന്നം അഖേധവ, അതല്ലെങ്കിൽ സാഭിമാനൈ, അഭിമാനം, അഹങ്കാരം ഉണ്ടാവും. കൃതാദ്വാപി ദൂഷണം സമുപസ്ഥിതം. ഈ യാഗത്തിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാതെയെങ്കിലും അവരിൽ അഭിമാനം, അഹങ്കാരം വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാവും. എന്നിട്ട് പറയാണ്, സത്യത്തിൽ മഹാരാജാവേ, സാത്വികസ്തു മഹാരാജ ദുർലഭോ വൈ മഖസ്മൃത. സാത്വികമായ യജ്ഞം എന്നുള്ളത് അതീവ ദുർലഭമാണ്. കാരണം പൂർണ്ണമായി ദ്രവ്യശുദ്ധി, ക്രിയാശുദ്ധി, മന്ത്രശുദ്ധി, ഇങ്ങനെ ആ സ്ഥലശുദ്ധി, ആത്മശുദ്ധി, മനഃശുദ്ധി, ഇങ്ങനെ എല്ലാം ശുദ്ധമായിട്ട് സാത്വികമായിട്ടുള്ളൊരു യജ്ഞം എന്നുള്ളത് ലോകത്തിൽ അതീവ ദുർലഭമാണ്. വൈഖാനസമുനീനാം ഹി വിഹിതോസോ മഹാമഖ. ഈ മഹത്തായ യജ്ഞം, ഈ സാത്വികമായ യജ്ഞം വൈഖാനസന്മാരായിട്ടുള്ള മുനികൾക്ക്, അവർക്ക് മാത്രം വിധിച്ചിട്ടുള്ളതാണ്, അവർക്ക് മാത്രം സാധിക്കുന്നതാണ്. സാധാരണ ആളുകൾക്ക് അത് അതിദുർലഭം തന്നെയാണ് എന്ന് വേദവ്യാസൻ പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് ഈ നവവത്സരത്തിൻ്റെ ദിവസത്തിലെ ഈ അക്ഷരപൂജ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ അതീവ ബഹുമാനത്തോടെ ഭക്തിയോടെ സമർപ്പിക്കുന്നത്. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.